നമ്മൾ ഹിന്ദുമതത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചു. നമ്മുടെ മുമ്പിൽ 2-3 മതങ്ങളെ ചെറുതായിട്ട് വിശകലനം ചെയ്യാനുള്ള സാവകാശമേ ഉള്ളൂ. തുടർന്നുള്ള ആ സമയം ഇസ്ലാം മതത്തെക്കുറിച്ച് ഉള്ള പൊതുവായിട്ടുള്ള ചിന്താഗതി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം എന്ന് താല്പര്യപ്പെടുന്നു. നമ്മൾ ഏതൊരു മത ചിന്താഗതിയെയും വിലയിരുത്തുമ്പോൾ ആദ്യം അവർ ദൈവത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇസ്ലാം മതത്തിന്റെ ചിന്താഗതിയിൽ ദൈവം എന്താണ്? അബ്സല്യൂട്ട് വൺനെസ് ഓഫ് ഗോഡ്. ദൈവം ഏകനാണ്. ദൈവത്തിന് പങ്കാളികളില്ല, ഒരു പുത്രനില്ല, അട്ടർലി ട്രാൻസെൻഡന്റ്. നമ്മുമായിട്ട് ദൈവം മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ദൈവം ഏതെങ്കിലും രീതിയിൽ അവതരിക്കാനുള്ള സാധ്യത ഒരിക്കലും ഇല്ല. നമുക്ക് ദൈവത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനോ ബൈബിൾ പറയുന്ന രീതിയിലുള്ള ഒരു ബന്ധം ദൈവവുമായിട്ട് പുലർത്തുവാനോ ആ നിലയിൽ ദൈവത്തിന് ഇടപഴകുവാനായിട്ട് സാധിക്കില്ല. അത് നമ്മൾ അവരിപ്പോൾ പഠിപ്പിക്കുന്ന തിയോളജി അനുസരിച്ച് ഏകദൈവം എന്നാണ് പറയുന്നത്. അതിനവർ പറയുന്ന വാക്ക് തൗഹീദ്, TAWHID, തൗഹീദ് ആണ് അവരുടെ ദൈവത്തെക്കുറിച്ചുള്ള ഉപദേശത്തിന് പറയുന്ന പേര്. തൗഹീദ്, TAWHID. അവരുടെ ഇസ്ലാമിക നമ്മുടെ ഈ ബൈബിളിലുള്ള എല്ലാ പ്രവാചകന്മാരും അവരുടെ ബൈബിളിലുണ്ട്, അവരുടെ ഖുർആനിലുണ്ട്. അപ്പൊ അത് അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം തന്നെയല്ലേ അവരുടെ ദൈവം. അവിടെ നമുക്ക് പിന്നെ വരാം. അവരുടെ ഇസ്ലാമിക് കൺഫെക്ഷൻ അതിന് പറയുന്നത് ഷഹാദ. അത് പറയുന്നത് ദർ ഈസ് നോ ഗോഡ് ബട്ട് അല്ലാഹ്. അല്ലാഹല്ലാതെ മറ്റൊരു ദൈവമില്ല. മുഹമ്മദ് അവിടുത്തെ സന്ദേശവാഹകൻ അല്ലെങ്കിൽ പ്രവാചകൻ ആണ് എന്നാണ് അവര് പറയുന്നത്. ഇതാണ് അവരുടെ കൺഫെഷൻ. ക്രിസ്ത്യാനിത്വമായിട്ട് ഇതിൻ്റെ വ്യത്യാസം, ക്രിസ്ത്യാനിത്വം ഏകദൈവമാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ആ ദൈവമെന്ന സത്യയിൽ 3 വ്യത്യസ്ത വ്യക്തികൾ ഉണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ദൈവം ആ ദൈവത്വത്തിൽ തന്നെ ഒരു ബന്ധം നിലനിർത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇസ്ലാം ചിന്താഗതി അനുസരിച്ച് ത്രിയേകത്വം എന്നുള്ളത് ദൈവത്വത്തിലുള്ള ഏകത്വത്തിന് വരുന്ന വലിയൊരു അപജയമായിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. ദൈവമാണ് സകലതും സൃഷ്ടിച്ചതെന്ന് അവർ വിശ്വസിക്കുന്നു. അത് അവരുമായിട്ട് സംവദിക്കുവാനുള്ള ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ആയിട്ട് നമുക്ക് പലപ്പോഴും ഉപയോഗിക്കാവുന്നത്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ചിന്താഗതി ത്രിയേക ദൈവം എന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അവർ ഏകദൈവം, അതിനകത്തൊരു വിഭജനമോ ഒന്നും സാധ്യമല്ല എന്നുള്ള നിലയിലാണ് അവരുടെ പഠിപ്പിക്കുന്നത്. ഇനി ഈ കാര്യങ്ങളൊക്കെ
അവർ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് പ്രധാനമായിട്ടും അവരുടെ മതഗ്രന്ഥമായിരിക്കുന്ന ഖുറാനും. ഖുറാനിൽ അതിൽ തന്നെ പൂർണ്ണമല്ലെന്ന് ഖുറാനിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ മറ്റ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ പോലെയും ഉള്ള പല ഇതുകൊണ്ട് ഇതെല്ലാം വിശകലനം ചെയ്ത് നോക്കുമ്പോൾ, അതിൻ്റെ ഉള്ളടക്കം നോക്കുമ്പോൾ ബൈബിളിനോട് സാമ്യമുള്ള പല കാര്യങ്ങളും ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളടക്കം വിശകലനം ചെയ്യുമ്പോൾ തികച്ചും വ്യത്യസ്തമാണ്. ബൈബിൾ പറയുന്ന അബ്രഹാം അല്ല, ആ വ്യക്തിയല്ല ഖുറാൻ പറയുന്ന ഇബ്രാഹിം. എല്ലാ വ്യക്തികളുടെയും അവരുടെ പ്രവൃത്തിയും രീതിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ എല്ലാറ്റിനും ഈ രണ്ടും ഒരു വ്യക്തിയാണോ എന്ന് തോന്നുന്ന നിലയിൽ ഉള്ള വ്യത്യാസങ്ങൾ വിശദീകരണത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ അർത്ഥത്തിൽ ചില പേരുകളൊക്കെ കടമെടുത്ത് പറയുന്ന രീതിയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് അത്രേ ഉള്ളു ശരി. അതിന്റെ വിശദീകരണം അവര് ഇസ്മായിലിന്റെ ചരിത്രം അല്ലെങ്കിൽ ആ ഇസ്മായിലിന്റെ സന്തതിയാണ് ഇന്നത്തെ മുസ്ലിങ്ങളെന്ന് ചരിത്രപരമായിട്ട് ആധികാരികതയോടുകൂടെ തെളിയിക്കാനുള്ള വസ്തുതകളും ഒന്നും ഇല്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം മതത്തെക്കുറിച്ച് നാം വിശകലനം ചെയ്യുമ്പോൾ ഈ ഏകദൈവ വിശ്വാസം എന്ന് അവർ വെറുതെ പറയുന്നു. ഇത് പ്രചരിപ്പിച്ച ആള് മുഹമ്മദാണ്. മുഹമ്മദ് പണ്ട് ബഹുദൈവ വിശ്വാസിയാണ്. അവരുടെ വിശ്വാസ രീതി അനുസരിച്ച് ചാന്ദ്ര വർഷത്തിലാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഒരു വർഷം 360 ദിവസങ്ങളാണുള്ളത്. ഓരോ ദിവസത്തിനും ഓരോ ദൈവം ഉണ്ട്. എന്നാൽ ഈ മുഹമ്മദ് യഹൂദന്മാരുമായിട്ട് കൂടുതൽ അടുക്കുകയും അവരുടെ വിശ്വാസ രീതി മനസ്സിലാക്കുകയും ചെയ്ത് തൻ്റെ വിശ്വാസ രീതിയുമായിട്ട് കൂട്ടിച്ചേർത്ത് ഈ 360 ദേവന്മാരുള്ള കൂട്ടത്തിൽ ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹയായിരുന്നു. അതുകൊണ്ട് മറ്റ് ദേവന്മാരെയും അവരുടെ അനുയായികളെയും കൊന്ന് തൻ്റെ വിശ്വാസം, ക്രിസ്തു വിശ്വാസവും അതേപോലെ തന്നെ ഇസ്ലാമിക വിശ്വാസവുമായിട്ട് കൂട്ടി കലർത്തി ചില കാര്യങ്ങൾ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ വിശ്വാസ്യത നേരത്തെ പറഞ്ഞപ്പോൾ ബൈബിളിലെ ലേഖനങ്ങൾ, പുസ്തകങ്ങളൊക്കെ എഴുതിയത് സമകാലീനായിട്ടുള്ള വ്യക്തികളാണ്. മുഹമ്മദ് ജീവിച്ചിരുന്നത് മുഹമ്മദിന് ശേഷം 500 വർഷങ്ങൾക്ക് ശേഷം ജീവിച്ച വ്യക്തികളാണ് ഈ മുഹമ്മദിനെ കുറിച്ച് കാര്യങ്ങൾ എഴുതിയത് തന്നെ. അതിനെക്കുറിച്ച് പല വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ യഹൂദ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അനുസരിച്ച് അവർക്കൊരു മതം സ്ഥാപിക്കണം എന്നുള്ളൊരു ചിന്ത വന്നു. മതം സ്ഥാപിക്കണമെങ്കിൽ 2-3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും വേണമെന്ന് അവരുടെ ഇതിന് മേൽനോട്ടം വഹിച്ച ആളുകൾ ചിന്തിക്കുകയുണ്ടായി. അതിലൊന്നാണ് അവർക്കൊരു പ്രവാചകൻ വേണം, ഒരു പുസ്തകം വേണം, ഒരു പുണ്യസ്ഥലം. ഇത് 3ഉം യഹൂദനുമുണ്ട്. അപ്പോൾ യഹൂദനുള്ളതുപോലെ ഒരു പുസ്തകവും പ്രവാചകനും പുണ്യസ്ഥലവും ഫോം ചെയ്ത് തട്ടിക്കൂട്ടിയ ഒരു സംവിധാനമാണ് ഇസ്ലാം. ചുരുക്കത്തിൽ അതാണ് യാഥാർത്ഥ്യം. എന്നാൽ അവര് ചരിത്ര വസ്തുതകളൊക്കെ പറഞ്ഞൊക്കെയാണ് അവർ പറയുകയും ദൈവത്തിന്റെ അരുളപ്പാടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഖുറാൻ എഴുതിയത് മുഹമ്മദല്ല. മുഹമ്മദിന് ശേഷം മുഹമ്മദിന് കിട്ടിയ അരുളപ്പാട് മുഹമ്മദ് പല ആളുകളോടും പറഞ്ഞു. ആ പറഞ്ഞ വസ്തുതകൾ മുഹമ്മദിന് ശേഷം ഏകദേശം 4 നൂറ്റാണ്ടിന് ശേഷം ജീവിച്ചിരുന്ന ആളുകളാണ് രേഖപ്പെടുത്തിയത്. ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന വസ്തുതയാണ്. അവരുടെ ഇടയിൽ തന്നെ പല വേർഷൻസ് ഉണ്ടായിരുന്നു. ഈ വേർഷൻസ് എല്ലാം കൂടെ ക്രോഡീകരിച്ച്
അതൊരു പുസ്തകമായിട്ട് ഇന്ന് പറയുന്ന രീതിയിലുള്ളൊരു പുസ്തകമായിട്ട് ക്രോഡീകരിച്ച് പബ്ലിഷ് ചെയ്തത് ഈ നൂറ്റാണ്ടിലാണ്. ഈ നൂറ്റാണ്ടിലാണ്. എനിക്ക് തോന്നുന്നത് സൗദി ആണെന്ന് തോന്നുന്നു അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് അതിൻ്റെ ഫൈനൽ എഡിറ്റഡ് വേർഷൻ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ച് ഫൈനലി എഴുതിയിട്ട് ഒത്തിരി നാളായിട്ടില്ല. 60-70 വർഷം കണ്ട് ആയിട്ടുള്ളൂ. അതെ, ഈ 1500 വർഷമായിട്ടുള്ള ഇസ്ലാം മതമായിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവര് ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെടുന്നുണ്ട്. അവര് വിശ്വസിക്കുന്ന ദൈവമാണ് സൃഷ്ടിച്ചതെന്ന്. നമ്മള് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചനുസരിച്ച് സത്യദൈവത്തിൽ നിന്ന് വ്യതിചലിച്ച് ചിതറിപ്പോയി ഈ സത്യവും അവരുടെ ചിന്താഗതിയും കൂടെ രൂപപ്പെടുത്തി ഒരു തെറ്റായിട്ടുള്ള മതസംഹിതകൾ രൂപപ്പെടുത്തി വന്ന ചരിത്രമാണ് മതങ്ങളുടെ ഉത്ഭവത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവമാണ് സകലതും സൃഷ്ടിച്ചതെന്ന് ഉള്ള ഒരു ബോധ്യം, ധാരണ അവർക്കുണ്ടായിരുന്നു. അത് സത്യമാണ്. പക്ഷേ അവർ യഥാർത്ഥ ദൈവത്തെ അറിഞ്ഞില്ല. അതിൽ നിന്ന് വ്യതിചലിച്ചു പോയി അവരുടെ ചിന്താഗതി അനുസരിച്ച് ചില കാര്യങ്ങൾ രൂപപ്പെടുത്തി എടുത്തു. ഇതെല്ലാം അക്രമത്തിൽ കൂടെ ആണല്ലോ പൊതുവെ അവരുടെ തിയോളജിയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ വിശ്വാസം അനുസരിക്കുന്നവർ മാത്രമാണ്, അവരോട് മാത്രമേ ഉള്ളൂ സഹകരണം. എന്നാൽ ക്രിസ്ത്യാനിത്വം പഠിപ്പിക്കുന്നതിൻ്റെ ശത്രുക്കളെയും സ്നേഹിക്കണമെന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു ചിന്താഗതി പൊതുവെ അവരുടെ തത്വശാസ്ത്രം അനുസരിച്ചില്ല. എന്നാൽ മാനുഷിക പരിഗണന അനുസരിച്ച് പല നല്ലവരായിട്ടുള്ള വ്യക്തികളുണ്ട്. ആ നിലയിൽ പെരുമാറുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും അത് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായിട്ടായിരുന്നു, ഇന്നത് വേണ്ട എന്നൊക്കെയാണ് അവരുടെ പണ്ഡിതന്മാർ വാദിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നിരുന്നാലും അവരുടെ പുസ്തകം ആ നിലയിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. രക്ഷയുടെ വഴി അവർ പലതും പറയുന്നുണ്ട്, നമുക്ക് ചിന്തിക്കാം. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അവരുടെ വീക്ഷണം, വ്യൂ ഓഫ് ജീസസ്. ഇസ്ലാമിലെ ഈശ എന്ന് പറയുന്നത് ഒരു പ്രവാചകനാണ്, കന്യകയുടെ മകനാണ്. ഇതെല്ലാം ഖുർആൻ അംഗീകരിക്കുന്ന വസ്തുതകളാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിച്ച വ്യക്തിയാണ്. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടില്ല, ദൈവപുത്രനല്ല. ഈ കാര്യങ്ങൾ ഇസ്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുന്നു. അത് അവരുടെ ഒരു പ്രവാചകനായിട്ട് വരും എന്നുള്ള നിലയിൽ അവർ പഠിപ്പിക്കുന്നു. ഇസ്ലാം നിഷേധിക്കുന്ന ചില വസ്തുതകൾ, ക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്നു. ക്രൂശീകരണം പാടെ അവഗണിക്കുന്നു. പക്ഷേ അവരുടെ ഗ്രന്ഥങ്ങളിൽ അതിന് അനുകൂലമായിട്ടുള്ള ക്രൂശീകരണം നടന്നു എന്നുള്ള സൂചനയാണ് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. അതിലെ ഉയർത്തെഴുന്നേറ്റ കാര്യം ഇതെല്ലാം അവർ നിഷേധിക്കും. ഇനി ഇത് പൊതുവായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. നമുക്ക് പല കാര്യങ്ങളും പരിചയമുള്ളതുകൊണ്ട് അത് അത്രയും മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോകാം. പിന്നെ അവരുടെ തിരുവെഴുത്ത് ഖുറാനാണ് അന്തിമവും പൂർണ്ണവുമായിട്ടുള്ള വെളിപ്പാട് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. മുമ്പ് ലഭിച്ചിരുന്ന തിരുവെഴുത്തിനെ കുറിച്ച് അവർ പറയുന്നത് തോറായും അല്ലെങ്കിൽ ന്യായപ്രമാണവും സുവിശേഷങ്ങളും അത് കറപ്റ്റഡാണ്, അതിനകത്ത് കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ഖുറാൻ അവകാശപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്വന്തം വചനങ്ങളാണ്, ഡയറക്റ്റ് സ്പീച്ച് ഓഫ് ഗോഡാണ് ഖുറാൻ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇത് തെറ്റുകളില്ലാതെ സൂക്ഷിക്കപ്പെട്ടു എന്നും അവർ വിശ്വസിക്കുന്നു. ബൈബിൾ ദൈവനിശ്വസിത ഗ്രന്ഥമാണ്.
പ്രവചനങ്ങൾ നിവൃത്തിയായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് അതിൻ്റെ വിശ്വാസ്യത വളരെയധികം വർദ്ധിക്കുന്ന ഒരു ഗ്രന്ഥവും അതിനോട് കോൺട്രാസ്റ്റായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഇനി ഇസ്ലാം വിശ്വാസം അനുസരിച്ച് മനുഷ്യന്റെ പ്രശ്നം എന്താണ്? ഹ്യൂമൻ പ്രോബ്ലം, അവൻ്റെ വീക്ക്നെസ് അല്ലെങ്കിൽ ഫൊർഗട്ട്ഫുൾ ആൻഡ് വീക്ക് എന്നുവെച്ചാൽ മറവിയുള്ളവരും ബലഹീനരുമാണ്. നാം ഇൻഹെറിറ്റഡ് സിന്, നാം പാപിയാകുന്നത് പ്രവൃത്തിയാൽ. ജന്മപാപം ഇല്ല, അവരെ പഠിപ്പിക്കുന്നില്ല. കർമ്മപാപം മാത്രമേ ആണ് അവരെ പഠിപ്പിക്കുന്നത്. പിന്നെ മനുഷ്യരുടെ ധാർമ്മിക ഉത്തരവാദിത്വം എന്നുള്ളത് അവർ ചെയ്യുന്ന പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ ഉള്ള വിലയിരുത്തൽ. അവരുടെ ധാർമ്മികത അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ അടിസ്ഥാനം. പീപ്പിൾ ആർ മോറലി അക്കൗണ്ടബിൾ ഫോർ ദർ ഡീഡ്സ് എന്ന് വെച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ പ്രവൃത്തിയാലാണ് അവരുടെ രക്ഷ. ആ പ്രവൃത്തിയിൽ ആ ധാർമ്മികത ദൈവവുമായിട്ട് കണക്ട് ചെയ്താണ്. എന്നാൽ സൽപ്രവൃത്തി ചെയ്ത് രക്ഷ നേടണം എന്നുള്ളതാണ് അവരുടെ ചിന്താഗതി, മനുഷ്യനെ കുറിച്ചുള്ള വീക്ഷണം. എന്നാൽ ബൈബിൾ അതിന് വിപരീതമായിട്ട് സകല മനുഷ്യരും പാപികളാണ്, ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ്, സകല മനുഷ്യർക്കും വീണ്ടെടുപ്പ് ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം പറയുന്നത് നിയമം ലംഘിക്കുന്നു, ലോ ബ്രേക്കിംഗ്. ക്രിസ്ത്യാനിത്വം പറയുന്നത് സെപ്പറേഷൻ, ദൈവത്തിൽ നിന്ന് പാപം മൂലം അകന്നു. നിയമം ലംഘിക്കുന്നത് മാത്രമേ ഉള്ളൂ അവരുടെ വീക്ഷണത്തിൽ തെറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇനി രക്ഷാമാർഗത്തെക്കുറിച്ച് അവർ പഠിപ്പിക്കുന്നത് കൽപ്പന അല്ല, അവരുടെ ചില പ്രത്യേക നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ മാത്രമാണ് മോക്ഷപ്രാപ്തിക്ക് യോഗ്യരാക്കുന്നത്. മറ്റുള്ളവരെ അവരുടെ മതം സംബന്ധിച്ച് കൊല്ലുന്നത് തെറ്റല്ല. അങ്ങനെ പല രീതിയിലും ഉണ്ട്. പെട്ടെന്ന് പോകാൻ പറ്റും. ഇപ്പം അവരുടെ രക്ഷാമാർഗം എന്താണെന്ന് അവർ പഠിപ്പിക്കുന്നത് ദൈവത്തിന് കീഴടങ്ങുക, സബ്മിറ്റ് ടു ഗോഡ്, അനുസരിക്കുക, ദൈവത്തെ അനുസരിക്കുക. നമ്മുടെ തിന്മ പ്രവർത്തികളെ കവച്ചു വയ്ക്കുന്ന നിലയിലുള്ള നന്മ പ്രവർത്തികൾ ചെയ്യും. അപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും അതിന് പരിഹാരക്രിയ പോലെ എന്തെങ്കിലും നന്മ ചെയ്താൽ അവർക്ക് രക്ഷയുണ്ട്. അതേപോലെ അള്ളാഹയുടെ കരുണയിൽ അവർ വിശ്വസിക്കുന്നു. അള്ളാഹ് കനിഞ്ഞാൽ മോക്ഷപ്രാപ്തിയുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അവരുടെ 5 തൂണുകൾ, 5 പില്ലേഴ്സ്, അവരുടെ കൺഫെഷൻ എന്ന് വെച്ചാൽ അള്ളാഹ് മാത്രമേ ദൈവമുള്ളൂ, മുഹമ്മദ് ദൈവത്തിൻ്റെ പ്രവാചകനാണ്, ആ കൺഫെഷൻ ഓഫ് ഫെയ്ത്ത്. അതേപോലെ പ്രാർത്ഥന, ഉപവാസം, ആതുര ശുശ്രൂഷ, ചാരിറ്റി, അതുപോലെ പുണ്യസ്ഥലം സന്ദർശിക്കുക, പിൽഗ്രിമേജ്. ഇതാണ് അവരുടെ 5 അടിസ്ഥാന തൂണുകൾ. കൺഫെഷൻ, പ്രയർ, ഫാസ്റ്റിംഗ്. ദൈവം ഏകനാണ്, അല്ലാഹ് മാത്രമാണ് ഏകദൈവം. മുഹമ്മദ് നബി ദൈവത്തിൻ്റെ പ്രവാചകനാണ് എന്നുള്ളതാണ് അവരുടെ കൺഫെഷനിൽ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള കൺഫെഷൻ. അതാണ് കൺഫെഷൻ, പ്രയർ, ഫാസ്റ്റിംഗ്, ചാരിറ്റി, പിൽഗ്രിമേജ്. പ്രാർത്ഥന, ഉപവാസം, ആതുര സേവനം, പുണ്യസ്ഥലം സന്ദർശിക്കുക. പിൽഗ്രിമേജ്
പിന്നീട് സാൽവേഷനെ കുറിച്ച്, രക്ഷയെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ല. ദർ ഈസ് നോ അബ്സല്യൂട്ട് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും എനിക്ക് രക്ഷ കിട്ടും എന്ന് ഉറപ്പിച്ച് ആർക്കും പറയാൻ പറ്റത്തില്ല. ഒരു പക്ഷേ എൻ്റെ പ്രവൃത്തികളൊക്കെ വിലയിരുത്തി ദൈവം എന്നെ കൊണ്ടുപോകുമായിരിക്കും എന്നാണ് അവരുടെ രക്ഷാമാർഗം പഠിപ്പിക്കുന്നത്. നൂൽപ്പാലത്തെ കൂടെ ഒക്കെ കടന്ന് നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ആണ് പോകുന്നതെന്നൊക്കെയാണ് അവരുടെ വിശദീകരണങ്ങൾ പല രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ക്രിസ്ത്യാനിത്വം പഠിപ്പിക്കുന്നത് കൃപയാൽ, വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടും. നമുക്ക് രക്ഷ ലഭിക്കുന്നത് ക്രിസ്തുവിന്റെ പ്രവൃത്തിയാൽ, രക്ഷന്റെ പ്രവൃത്തിയാലാണ്. നമുക്കത് ലഭ്യമാകുന്നത് വിശ്വാസത്താൽ. അതെല്ലാ വിശ്വാസികൾക്കും, അത് വിശ്വസിക്കുന്ന എല്ലാവർക്കും ലഭിക്കുമെന്നുള്ള ഉറപ്പുണ്ട്. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നല്ല. ഇനി ക്രൂശിനെ വീക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഇസ്ലാം പൊതുവെ ക്രൂശീകരണം നിഷേധിക്കും. എന്നാൽ ക്രിസ്തു വിശ്വാസികളായിരിക്കും നാം പറയുന്നത് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, ക്രൂശിൽ മരിച്ചു എന്നാണ്. രക്ഷയുടെ അടിസ്ഥാനം ക്രൂശാണ്. അതാണ് സുവിശേഷത്തിന്റെ കാതലായിട്ടുള്ള വസ്തുത. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രശംസിക്കും. ക്രൂശില്ലാതെ പാപമോചനമില്ല, ദൈവത്തോട് നിരപ്പ് ലഭിക്കുന്നു. ഇതാണ് പ്രധാനമായിട്ടുള്ള അവരുടെ പഠിപ്പിക്കലുകളും വ്യത്യാസവും. എന്നാൽ ഇന്ന് പല രീതിയിലും നമുക്ക് പല സുവിശേഷ പ്രസംഗങ്ങളിലും ഞാൻ നിരീക്ഷിച്ചൊരു കാര്യം, ക്രൂശീകരണത്തെക്കുറിച്ച് വളരെ പരിമിതമായിട്ടുള്ള വാക്കുകൾ മാത്രം പറയുന്നൊരവസ്ഥയാണ്. നമ്മുടെ പല കൺവെൻഷനുകളിലും സുവിശേഷമൊക്കെ പറയുന്നുണ്ടെങ്കിലും ക്രൂശീകരണത്തെക്കുറിച്ച് ചില ആളുകൾ ഒന്നും തന്നെ പറയാറില്ല. ചില വ്യക്തികൾ വളരെ ചുരുക്കമായിട്ടുള്ള ചില വാചകങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തുന്നു. അതൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് നാം ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, നമ്മൾ ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും പാപത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ക്രൂശിനെക്കുറിച്ചും രക്ഷയുടെ ഉറപ്പിനെക്കുറിച്ചുമൊക്കെ നാം ചുരുക്കമായിട്ട് ചിന്തിക്കുക. ഇതാണ് അവരുടെ പൊതുവായിട്ടുള്ളൊരു വിശ്വാസ രീതി. ഇതിനെക്കുറിച്ച് ഒത്തിരി ആഴത്തിൽ അറിഞ്ഞതുകൊണ്ട് സാധാരണ രീതിയിൽ പ്രയോജനമൊന്നും നമുക്ക് ലഭിക്കുകയില്ല. എന്നാൽ ഈ ചെറിയ വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് പാപം എന്നുള്ളത് അനുസരണക്കേട്, പ്രധാനമായിട്ട് കൽപ്പന ലംഘിക്കുക അല്ലെങ്കിൽ അതിക്രമം ചെയ്യുക, ഇതൊക്കെയാണ് അവരുടെ പൊതുവായിട്ട്. എന്നാൽ ചില അതിക്രമങ്ങൾ വലിയ കുഴപ്പമില്ലാത്തത് ആണ്. രക്ഷാമാർഗം, പ്രവൃത്തി, അതുപോലെ അള്ളാഹയുടെ കരുണ, ഈ വസ്തുതയാണ് അവരുടെ പൊതുവായിട്ടുള്ളൊരു ചിന്താഗതി. യേശു കർത്താവിനെ ഒരു പ്രവാചകൻ മാത്രമായിട്ടാണ് അംഗീകരിക്കുന്നത്, ദൈവമായിട്ട് അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ചിന്താഗതി നാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ഇസ്ലാം വിശ്വാസികളെ നാം അഭിമുഖീകരിക്കാൻ. കോമൺ ഗ്രൗണ്ട് എന്ന് പറയുന്നത്, അവരുമായിട്ട് നാം പല കാര്യങ്ങൾ സംസാരിക്കാൻ ഇടവന്നാൽ
ഒരു സൃഷ്ടിതാവ്, തിരുവചനത്തെ ബഹുമാനിക്കുന്നത്, പൊതുവെ ധാർമ്മിക ഉത്തരവാദിത്തം ഉള്ള വ്യക്തികൾ, പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു 4 സ്വഭാവം വളരെ അപ്രീഷിയേറ്റ് ചെയ്യാവുന്നത് നാം സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ടുള്ളൊരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന വസ്തുത. ഈ ഒരു വസ്തുത നിലനിൽക്കെ നാം ക്രിസ്തുവിനെ കുറിച്ച്, യേശു കർത്താവ് ആര് എന്നുള്ളത് ഈ പശ്ചാത്തലത്തിൽ നാം അറിയുകയും അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പക്വതയും ആർജിക്കേണ്ടത് ആവശ്യമാണ്. നാം അവരോട് ആരാണ് യേശു, എന്തിനാണ് കന്യകയുടെ മകനായിട്ട് ജനിച്ചത്, അതേപോലെ തന്നെ ഖുറാനിൽ തന്നെ യേശു വേർഡ് ഓഫ് അള്ളാഹ് അല്ലെങ്കിൽ അള്ളാഹയുടെ വചനം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തർത്ഥത്തിലാണ്, എന്തിനാണ്? ഈ കാര്യങ്ങൾ നാം അവരോട്, പ്രവാചകനാണ്, പ്രവാചകൻ കന്യകയുടെ മകനായിട്ട് ജനിച്ചു, അത് അവർ അംഗീകരിക്കുന്നതാണ്. എന്നാൽ അള്ളാഹയുടെ വചനമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? അപ്പോൾ അതിന് ഒരു വിശദീകരണം പല നിലകളിൽ അവർ പറയുമായിരിക്കും. എന്നാൽ അതിനെ കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട് ബൈബിളിൽ ഇങ്ങനെയാണ് പറയുന്നത്: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ജഡമായി തീർന്നു. യോഹന്നാൻ 1:1-14-6 ഈ വേദഭാഗങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വചനം അത് കർത്താവാണ്, വചനം ജഡമായിട്ട് തീർന്നു. അപ്പോൾ അള്ളാഹയുടെ വചനമാണെങ്കിൽ പുതിയ നിയമം അല്ലെങ്കിൽ ഇഞ്ചീല്, സുവിശേഷങ്ങൾ ദൈവവചനമാണ് എന്ന് അവരുടെ പുസ്തകം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവർ പറയുന്നത് ഇത് കറക്റ്റഡാണ്, അവർക്ക് ചേരാത്ത പല കാര്യങ്ങളും എഴുതി ചേർത്തത് എന്നാണെന്ന് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ശരിയായിട്ടുള്ള ഒരെണ്ണം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇത് തെറ്റാണെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലേ ശരിയായതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴേ തെറ്റ് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് തെറ്റാണെങ്കിൽ ശരിയത്, അത് വെറുതെ പറഞ്ഞാൽ പോരാ, അതിന് കൈയെഴുത്ത് പ്രതികളുടെ സപ്പോർട്ടോടുകൂടെ അത് തെളിയിക്കണം. അതിന് ഇന്ന് വരെയും ആർക്കും സാധിച്ചിട്ടില്ല. നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന രേഖപ്പെടുത്തപ്പെട്ട തിരുവചനമാണ് കൈയെഴുത്ത് പ്രതികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭ്യമായത്. അതിലെഴുതിയിരിക്കുന്നത് വചനം ജഡമായി തീർന്നു എന്നുവെച്ചാൽ അള്ളാഹ്, തത്വത്തിൽ പറഞ്ഞാൽ അള്ളാഹ് മനുഷ്യനായിട്ട് അവതരിച്ചത് അത് ക്രിസ്തുവാണ് എന്ന് അവരുടെ മതഗ്രന്ഥം തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വസ്തുതയായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ക്രിസ്തുവുമായിട്ടുള്ള കമ്പാരിസൺ ആ നിലയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. ഇനി ക്രിസ്തു ദൈവമാണോ എന്നുള്ളത് ദൈവത്തെ നിഷേധിക്കുകയും അതേപോലെ തന്നെ ക്രിസ്തു ദൈവമാണെന്ന്, ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കണമെന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ? ബൈബിളിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്യം കാണിച്ചു തരാൻ പറ്റുമോ എന്നൊക്കെ പലരും വാദത്തിനായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദൈവപുത്രനാണ് അല്ലെ ക്രിസ്തു തന്നെ അവകാശപ്പെട്ടിട്ടുണ്ടോ, സംശയലേശം ഇല്ലാതെ അവകാശപ്പെട്ടിട്ടുണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിക്കാം, ക്രിസ്തു മാർഗം സ്വീകരിക്കാമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ ബൈബിളിൽ ക്രിസ്തു ദൈവമാണെന്ന് ക്രിസ്തു തന്നെ അവകാശപ്പെട്ട ഒരു വാക്യവും ഇല്ല. എന്നാൽ യഹോവയായിരിക്കുന്ന ദൈവം ക്രിസ്തു ദൈവമാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. അത് എബ്രായ ലേഖനം 1-ാം അധ്യായം 8 പുത്രനോടോ, ദൈവമേ നിന്റെ സിംഹാസനം എന്നുമെന്നേക്കും
ഉള്ളത്. നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കും. കർത്താവേ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാവും. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവ എല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല. അതിന്റെ 14-ാമത്തെ ഈ വേദഭാഗം യഹോവയായിരിക്കുന്ന ദൈവം പുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലാഹ് യേശു കർത്താവിനെ കുറിച്ച്, ദൈവപുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയാണ്. യേശു കർത്താവ് ദൈവമാണ് എന്ന് വ്യക്തമായിട്ട് ഇവിടെ ഈ പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ ഇങ്ങനെയൊരു വാക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന രീതിയിലുള്ളൊരു വാക്ക് ബൈബിളിലില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ യാഥാർത്ഥ്യം ഇല്ലാതാകുന്നു. നിരവധി തെളിവുകൾ നമുക്ക് ക്രിസ്തു ദൈവമാണ് എന്ന് തിരുവചനത്തിൽ നിന്ന് തന്നെ നിരത്തുവാനായിട്ട് സാധിക്കും. അതിൽ പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും ശക്തമായിട്ട് നമുക്ക് ഉദ്ധരിക്കാൻ കഴിയുന്ന യഹോവയായിരിക്കുന്ന ദൈവം പുത്രനെ ദൈവമെന്ന് വിളിച്ചിരിക്കും. അത് ആ അവകാശവാദങ്ങളൊന്നും ഈ തർക്കിക്കാൻ വരുന്നവരുടെ മുമ്പിൽ അത് നിഷ്പക്ഷമായിട്ട് സത്യാന്വേഷികൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ഒന്നാണ്. നമ്മൾ തർക്കിക്കാൻ വരുന്നവരുടെ മുന്നിൽ നമ്മൾ ഇങ്ങനെയുള്ള വാക്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പം, അതിന് വിശദീകരണങ്ങൾ ആവശ്യമാണ്. ആ വിശദീകരണങ്ങൾ, നമ്മൾ കൊടുക്കുന്ന വിശദീകരണങ്ങൾ അവർക്ക് സ്വീകാര്യമല്ലായിരിക്കും. അവർ എങ്ങനെയെങ്കിലും വാദിച്ച് ജയിക്കാൻ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വിശദീകരണങ്ങൾക്ക് പ്രസക്തി ആദ്യം നമ്മൾ പ്രത്യേകിച്ച് തർക്കിക്കാൻ വരുന്നവരോട് നമുക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ ആദ്യം ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വാക്യമേ ആർഗ്യുമെൻ്റ് ആയിരിക്കണം പ്രസൻറ്റ് ചെയ്യുന്നത്. ആദ്യം വീക്ക് ആർഗ്യുമെൻ്റ് പ്രസൻറ്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ ക്ഷീണം വരും. എന്നുവെച്ചാൽ അത് ശരിയായിരിക്കാം, പക്ഷെ അത് വിശദീകരിച്ച് ഫലിപ്പിച്ച് വരുമ്പോൾ ഈ വാക്കുകൾ കൊണ്ട് അപമാനമാടുന്നവർ അതിൻ്റെ പ്രസക്തി ഇല്ലാതാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വാക്യങ്ങൾ, അതുപോലെ ക്രിസ്തുവിൻ്റെ ദൈവത്തെ സംസാരിക്കുമ്പോൾ ഏകദൈവ അതൊക്കെ അത് പൗലോസിന്റെ വാക്കുകളിൽ അവർ പറഞ്ഞു വരുമ്പം അവരുടെ അവകാശവാദം മൊത്തം ബൈബിളിൽ കൈകടത്തലും തിരുത്തലും ഉണ്ടായിരുന്നു. അവര് ഇതെല്ലാം വാസ്തവമാണ്, സത്യമാണ്. പക്ഷേ അവരുടെ ശൈലി, തർക്കിക്കാൻ വരുന്നവരുടെ ശൈലി ഈ വ്യക്തമായിട്ടുള്ള വാക്യങ്ങൾ അവർക്കറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. മഹാദൈവമാണ്, സത്യദൈവമാണ്, അതുപോലെ സത്യദൈവവും നിത്യജീവനുമാകുന്നു എന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതെല്ലാം പൗലോസിന്റെ വാക്കല്ല എന്നൊക്കെ പറയും. അല്ല യഹോവ പറഞ്ഞു, അള്ളാഹ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒന്നുമില്ല. എന്നുവെച്ചാൽ അറ്റാക്കിന്റെ ശക്തി കുറയും. അപ്പോൾ എബ്രായ ലേഖനത്തിൽ വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഏത് വ്യക്തികളോടാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ 10 വാക്യങ്ങളുണ്ട്. 10 വാക്യവും ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സ്വാധീകരിക്കാൻ കഴിയുന്നതാണെങ്കിലും ആരാണ് ചോദിക്കുന്നത്, ആരോടാണ് മറുപടി പറയുന്നത്, അതിനനുസരിച്ച് കൃത്യമായിട്ട്
നാം ആ നിലയിലുള്ള വാക്യങ്ങൾ എടുത്ത് പറയണം. അതുപോലെ യഹോവ സാക്ഷികളും ഇതുപോലെ ഏകദൈവ വിശ്വാസികളാണ്. മുസ്ലിങ്ങൾ പറയുന്ന നിലയിൽ തന്നെയാണ് അവർ യഹോവയെ ദൈവമായിട്ട് കരുതുന്നു എന്ന് ഉള്ളൂ. അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ വാക്യങ്ങളായിരിക്കണം ആദ്യം എടുക്കുന്നത്. ഞാൻ ആദ്യനും മന്ദിനുമാകുന്നു. അതാരെ കുറിച്ചാണ് പറയുന്നത്? അല്ല, ആദ്യനും മന്ദിനും എന്ന ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ യഹോവ സാക്ഷികൾ പറയും യഹോവയെ. അവിടെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ മരിച്ചവനായിരുന്നു ഇപ്പോഴും ജീവിച്ചിരിക്കും. അപ്പൊ യഹോവ മരിച്ചോ? അപ്പൊ ത്രിയേകത്വം ക്രിസ്തുവിന്റെ ദൈവത്വം അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ യഹോവ തന്നെയാണ് ക്രിസ്തു എന്ന് ആ വാക്കുകളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്ന പ്രയോഗങ്ങൾ. നമുക്ക് ഒത്തിരി വാക്യങ്ങൾ എടുക്കാൻ പറ്റും, പക്ഷെ അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഒരു വാക്യത്തിന് മറ്റൊരു വാക്യത്തേക്കാൾ പ്രാധാന്യം കൂടുതലുണ്ടെന്ന അർത്ഥത്തിലല്ല, അതിന്റെ പശ്ചാത്തലവും കാര്യങ്ങളും ഒക്കെ വിശദീകരിച്ച് വരുമ്പോൾ എല്ലാത്തിനും തുല്യ പ്രാധാന്യമാണ്. എന്നാൽ നാം കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മറുചോദ്യങ്ങൾ കുറയ്ക്കുന്ന നിലയിലുള്ള വാദമുഖങ്ങളായിരിക്കണം നാം മുമ്പോട്ട് വയ്ക്കേണ്ടത്. അതെ, അല്ല മശിഹ എന്ന് പറഞ്ഞാൽ ദൈവത്വം, മശിഹായ്ക്ക് ദൈവത്വം കൊടുക്കാത്ത നിലയിലാണല്ലോ അവരുടെ. അത് മശിഹ ദൈവം അയച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ മാത്രമേ ഉള്ളൂ. അതിനെന്നാ അള്ള മുഹമ്മദിനെ അയച്ചു, അബ്രഹാമിനെ അയച്ചു, മോശയെ അയച്ചു, അതുപോലെ യേശുവിനെ അയച്ചു. അതിനിപ്പോ എന്നാ അത് കന്യകയുടെ മകനായിരുന്നു. ദൈവം ഒരു പ്രത്യേക രീതിയിൽ അയച്ചു. അതുകൊണ്ട് അവരുടെ ചിന്താഗതി നമ്മൾ മനസ്സിലാക്കണം. ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവത്തിനകത്തൊരു ഒരു പിരിവുള്ളതായിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു ചിന്താഗതി വെച്ചുകൊണ്ടിരിക്കുന്ന ആളോട് അതും ദൈവം ഇതും ദൈവം എന്ന് പറയുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ, അവർ ദൈവമെന്ന് ചിന്തിക്കുന്ന അതേ വ്യക്തി തന്നെ ക്രിസ്തുവിനെ ദൈവമാണെന്ന് പറയുമ്പോൾ അവർക്കത് നിഷേധിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ആ നിലയിൽ കാര്യങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്തുവിന്റെ ദൈവത്വം ഖുർആൻ ഉപയോഗിച്ച് മാത്രം വേണമെങ്കിൽ നമുക്ക് തെളിയിക്കാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹയുടെ വചനമാണ് ക്രിസ്തു എന്ന്, ഈശ എന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഒന്ന്. അപ്പോൾ അള്ളാഹയുടെ വചനമാണെങ്കിൽ അള്ളാഹയുടെ വചനത്തിന് ദൈവീകതയുണ്ടോ? അവരുടെ ഖുറാനും അള്ളാഹയും ഒന്നാണോ? നമ്മൾ ബൈബിൾ എവിടെ റിവൈസ് ചെയ്യുന്നു? നമ്മൾ ഒരു ബൈബിളും റിവൈസ് ചെയ്തിട്ടില്ല. കാലഘട്ടത്തിനനുസരിച്ച് അതിന്റെ പരിഭാഷ ഇംപ്രൂവ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവരുടെ ഇന്ന് ആധികാരികമായിട്ട് പോപ്പുലറായിട്ട് പ്രചരിപ്പിക്കുന്ന ഖുറാന് പ്രിന്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയത് 10-60 വർഷമായിട്ടുണ്ട്. അത് സൗദി ഗവൺമെന്റിന്റെ ചുമതലയിലാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഒത്തിരി ഖുറാനുകളുണ്ടായിരുന്നു. 10-12 ടൈപ്പ് ഖുറാൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ ഏകീകരിച്ച് വലിയ രസം മുജാഹിദിന്റെ ഖുറാന് ദുബായ് UAE വരുമ്പോഴേ പോർട്ടുകാരത് അത് സ്റ്റോർ ഇട്ടേക്കാം, അത് പുറത്തുവിടത്തെ കാര്യം അത് കസ്റ്റംസിനെ കൊടുക്കത്തില്ല. അത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടെയ്നറിൽ കിടക്കുന്ന ഖുറാൻ അവരെ കത്തിച്ചു കിടക്കും. അവർക്ക് അവർ ഏറ്റവും കൂടുതൽ കൈകടത്തലും തിരുത്തലും നടത്തിയിരിക്കുന്നത് അവരുടെ ഗ്രന്ഥത്തിലാണ്.
കാര്യം ഇതിൻ്റെ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ് ഏതാണെന്ന് കാണിക്കാൻ പോലും ഒരെണ്ണം പോലും ഇല്ലല്ലോ. ഉണ്ടോയെന്ന് അറിയത്തില്ല. കാര്യം വൈരുദ്ധ്യങ്ങളുള്ളത് കൊണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് അവർ കത്തിച്ച് കളഞ്ഞു. മെയിനായിട്ടൊന്ന് 1700 സംതിങ്ങിനെ കണ്ടാ ഖുർആൻ എഴുതുന്നത്. അപ്പം ഈ നമ്മൾ അതൊക്കെ വെറുതെ വാദത്തിന് വേണ്ടി പറയുന്നതാണ്. എവിടാണ് തിരുത്തിയതെന്ന് ചോദിക്കണം. പഴയ മാനുസ്ക്രിപ്റ്റും പുതിയ മാനുസ്ക്രിപ്റ്റും കൊണ്ടുപോയി കാണിക്കാൻ പറയും എവിടാണ് തിരുത്തിയത്. ബൈബിളിലൊന്നും അങ്ങനെ തിരുത്തലൊന്നുമില്ല. ഇന്നും ആയിരക്കണക്കിന് കയ്യെഴുത്ത് പ്രതികൾ ലഭ്യമാണ്. ആർക്കും തിരുത്തി രക്ഷപ്പെടാൻ പറ്റില്ല. തിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയ കാര്യം അല്ലെങ്കിൽ വ്യത്യാസങ്ങളുണ്ടെന്ന് ഫുഡ് നോട്ട് കൊടുത്താണ് ഗ്രീക്കും എബ്രായ ബൈബിളുകളും പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഒരു വാക്ക് ഇങ്ങനെയും ചില കയ്യെഴുത്ത് പ്രതികളിൽ ഇങ്ങനെയും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ആ കയ്യെഴുത്ത് പ്രതികൾ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും യുക്തമാണ്, ഒറിജിനലായിട്ട് എഴുതപ്പെട്ടുവെന്ന് പണ്ഡിതന്മാർ ഒരു നിഗമനത്തിൽ വന്ന് ആ വാക്കാണ് ടെക്സ്റ്റിൽ ചേർത്തിരിക്കുന്നത്. എന്നാൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള വാക്ക് ഫുഡ് നോട്ടിലുണ്ട്. അവര് തന്നെ ലോയും ന്യായപ്രമാണവും സുവിശേഷങ്ങളും ശരിയാണെന്ന് അല്ലെങ്കിൽ ഈ നമുക്കറിഞ്ഞുകൂടാത്തത് കൂടുതൽ വ്യക്തതയ്ക്കായിട്ട് അവിടെ പോയി അന്വേഷിക്കണമെന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പം ഇതിനകത്ത് തിരുത്തിയെങ്കിൽ തിരുത്താത്ത സാധനം കൊണ്ടുവന്നിട്ട് പറ തിരുത്തിയെന്ന്. ആ അത് സുവിശേഷത്തെ കുറിച്ചാണ് ഞാനീ പറഞ്ഞ യഹോവ സാക്ഷികളുടെ പുസ്തകത്തിലും ഇത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ആ വെളിപ്പാട് പുസ്തകം പറഞ്ഞത്, ഞാൻ ആദ്യനും അന്തിനും വാങ്ങുന്നു, ഞാൻ മരിച്ചവനായിരുന്നു ഇപ്പോഴും ജീവിക്കുന്നത്. അവരുടെ പുസ്തകത്തിൽ പോലും അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ വാക്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോട്ടിമാറ്റി ഈ പറയുന്ന കാര്യം സ്ഥാപിക്കാനുള്ള ചില പരിശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. ഓക്കെ, ഇനി അഷുറൻസ്. ഒരു ഇസ്ലാം മത വിശ്വാസിക്കും രക്ഷ ലഭിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. എന്നാൽ ക്രിസ്ത്യാനിത്വം ഉറപ്പ് നൽകുന്നു. അതുപോലെ ക്രിസ്തുവിന്റെ ക്രൂശീകരണം ദൈവത്തിന്റെ നീതി നിറവേറ്റിയ ഇടമായിട്ട് നാം അവതരിപ്പിക്കാൻ ശ്രമിക്കും. പാപികളായിരിക്കുന്ന മനുഷ്യരെ ദൈവം ശിക്ഷിക്കും. ആ ഒരു വസ്തുത അവരും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യം. ദൈവം മുമ്പാകെ തെറ്റുകാരാണ്, ദൈവം ശിക്ഷിക്കും. എന്നാൽ ആ ശിക്ഷയിൽ നിന്നുള്ള മോചനം ലഭിക്കണമെങ്കിൽ എൻ്റെ സൽപ്രവർത്തികൾ കൊണ്ടത് കവർ ചെയ്യുകയില്ല. അതിന് വേണമെങ്കിൽ നമുക്കൊരു ഉദാഹരണം പറയാം. ഇന്നത്തെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച്, അവരുടെ ഇസ്ലാം രാഷ്ട്രത്തിൻ്റെ ആണെങ്കിൽ തന്നെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് കൊലക്കുറ്റം ചെയ്തൊരു വ്യക്തിയെ ആ ആൾ പറയാണ്, എന്നെ വെറുതെ വിടണം, എനിക്കൊരവസരം എന്താ, ഞാൻ ഇതിൻ്റെ ഇരട്ടി നല്ല പ്രവൃത്തി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ആ രാജ്യം അവരുടെ ഇസ്ലാം മത ഭരണം നിലവിലുള്ള രാജ്യത്താണെങ്കിൽ പോലും ആ വ്യക്തി വെറുതെ വിടും ഇല്ല. അങ്ങനെയെങ്കിൽ എന്ത് യുക്തിയാണ് തെറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ആ തെറ്റിനെ കവർ ചെയ്യുന്ന രീതിയിൽ സൽപ്രവൃത്തി ചെയ്താൽ ദൈവം മോക്ഷം പ്രാപ്തി തരും, ദൈവം ശിക്ഷിക്കുകയില്ല എന്ന് പറയാം? എന്ത് യുക്തിയാണ്? ആ തെറ്റിനൊരു വ്യക്തി ഏത് നിലയിലുള്ള തെറ്റ് ചെയ്തോ ആ തെറ്റിന്റെ ശിക്ഷ അവർ അനുഭവിച്ചേ മതിയാകും. അത് ദൈവ വ്യവസ്ഥയാണ്. അതിന് വിപരീതമായിട്ട് പറ്റുക. ഇനി അതിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ എൻ്റെ തെറ്റിൻ്റെ ശിക്ഷ വേറെ ഒരാൾ ഏറ്റെടുക്കണം. എനിക്ക് പകരക്കാരനായിട്ട് ഒരാൾ ശിക്ഷ അനുഭവിച്ചാൽ ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യം കിട്ടും. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അത് പണം കൊടുത്താൽ പോലും
പണം കൊടുത്താൽ പോലും ആ ശിക്ഷ ഇല്ലാതാകുന്നില്ലല്ലോ, ആ യാഥാർത്ഥ്യം ഇല്ലാതാകും. ഒരു കാര്യം തെറ്റ് ചെയ്തെങ്കിൽ അത് പരിഹരിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യും? ഉദാഹരണത്തിന് നമ്മൾ മാനുഷിക വ്യവസ്ഥത അനുസരിച്ച് ശിക്ഷിച്ചെന്ന് വെച്ചോ, ഒരു കൊലക്കുറ്റം ചെയ്ത ഒരാളെ ശിക്ഷിച്ചെന്ന് വെച്ചോ, നമ്മൾ കൊടുക്കുന്ന ശിക്ഷ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥിതി അനുസരിച്ച് കൊടുക്കുന്ന ശിക്ഷ ആ തെറ്റിന് പകരമാകത്തില്ല. ആ തെറ്റിന് പകരമാകണമെങ്കിൽ നമ്മുടെ ടൈം ഫ്രെയിം പുറകോട്ട് തിരിച്ച് ആ കൊല്ലപ്പെട്ടൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ മൂമെന്റിൽ ആ വ്യക്തി കൊല്ലപ്പെടാതെ മുമ്പോട്ട് പോകും. ആ വ്യക്തിക്ക് ജീവൻ കിട്ടണം. അത് കൊടുക്കാൻ പറ്റും, ഏതെങ്കിലും ഭരണവ്യവസ്ഥയ്ക്ക് പറ്റും. ശിക്ഷയുണ്ട്, ആ ശിക്ഷ അനുഭവിച്ചാലും, പക്ഷെ യഥാർത്ഥ നീതി നിറവേറണമെങ്കിൽ എന്ത് ചെയ്യണം? ആ കൊല്ലപ്പെട്ട വ്യക്തി പുള്ളിയുടെ ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന നിലയിൽ താൻ ജീവിച്ച് തൃപ്തിയടക്കണം. കൊല്ലപ്പെട്ട ഒരാൾ ഇപ്പോൾ ഒരു 20 വയസ്സുള്ള ഒരാളെ ഒരു 25 വയസ്സുള്ള ഒരാളെ കൊന്നു എന്ന് കരുതാം. ആ 25 വയസ്സുള്ള ആളെ തൂക്കിക്കൊന്നാലും 20 വയസ്സുകാരനോട് ചെയ്ത അതിന് പകരമാകത്തില്ല. അതിന് പകരമാകണമെങ്കിൽ ഈ വ്യക്തിയെ ശിക്ഷിക്കുകയും വേണം, ആ 20 വയസ്സുകാരൻ ജീവിക്കുകയും, അല്ലെങ്കിൽ മരിച്ചെങ്കിലും ആ മരണത്തിൽ നിന്നൊന്നെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് വരണം, അല്ലെങ്കിൽ ആ കൊല്ലപ്പെട്ട അവസ്ഥ ഉണ്ടാകാതെ താൻ ജീവിക്കുകയും, എങ്കിലേ യഥാർത്ഥത്തിൽ നീതി നടപ്പാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ തെറ്റിനെ നന്മ കൊണ്ട് പൊതിയാൻ പറ്റത്തില്ല എന്നുള്ളതിൻ്റെ ഒരു നോർമൽ ലോജിക്കാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എത്ര നന്മ പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞാലും നാം ചെയ്ത തെറ്റിന് പകരമാകില്ല. എന്നാൽ ക്രിസ്ത്യാനിത്വം പഠിപ്പിക്കുന്നത് എന്റെ തെറ്റിന്റെ ശിക്ഷ മുഴുവനും എനിക്ക് പകരക്കാരനായിട്ട് യേശു കർത്താവ് ഏറ്റെടുക്കുകയും മരിച്ച അവസ്ഥയിലായിരുന്ന എനിക്ക് ജീവൻ നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ മാഹാത്മ്യം. അത് ഇസ്ലാം മതത്തിലല്ല, ഒരു വിശ്വാസത്തിലും ഇല്ല. ക്രിസ്തു മാർഗത്തിൽ മാത്രം ഉള്ളടങ്ങിയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യവും സത്യവും. ഇവിടെയാണ് ക്രിസ്തു മാർഗത്തിലൂടെയുള്ള രക്ഷയുടെ മാഹാത്മ്യം, ദൈവത്തിൻ്റെ നീതിയും കരുണയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയെയും അവരുടെ ഒരു പഠിപ്പിക്കലിനെയും നാം അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. ഇന്ന് പല വ്യക്തികളും നമ്മുടെ ഇടയിൽ തന്നെ സംവാദം നടത്തുന്ന പല വ്യക്തികളും ഉരുളക്കുപ്പേരി പോലെ പറയുന്നൊരു പ്രകൃതം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ശരിയെന്നൊക്കെ അവർ വാദിക്കുമെങ്കിലും എനിക്ക് വ്യക്തിപരമായിട്ട് മറ്റുള്ളവരെ ആക്ഷേപിക്കൽ നമ്മുടെ ജോലിയല്ല. നമ്മുടെ ജോലി നമ്മെ ആക്ഷേപിക്കുന്നതിനോടുള്ള പ്രതിവാദം പറയുക. പ്രതിവാദം പറയുമ്പോൾ എന്നെ ആക്ഷേപിച്ച അതേ നാണയത്തിൽ അവരെ ആക്ഷേപിക്കുകയല്ല നാം ചെയ്യേണ്ടത്. അത് സംവേദനാത്മാവിൽ ആക്ഷേപം നാം സ്വീകരിച്ച് അതിന് യുക്തിസഹമായിട്ടുള്ള മറുപടി നൽകുക എന്നുള്ളതാണ്. പലപ്പോഴും വേശ്യയുടെ പുത്രനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാറുണ്ട്. അപ്പോൾ നമ്മളും അവരുടെയൊക്കെ മതസംഹിതയിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പല ആക്ഷേപം ഉന്നയിക്കാതെ അതേ കാര്യം തന്നെ നാം പറയുന്ന രീതി ഹിന്ദു വിശ്വാസപ്രകാരം അസ്വാഭാവിക ജനനങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കന്യകയുടെ മകനായിട്ട് ജനിച്ചുകൂടാ, ജനിക്കാൻ പറ്റുകയില്ലെന്ന് വാദിക്കുന്നതിൻ്റെ യുക്തിയാണ്.
ഇത്രയും ചോദിച്ചു വിട്ടാൽ മതി. അതിൽ ആക്ഷേപവും പ്രകോപനപരമായിട്ടുള്ള വാക്കുകൾ നാം ഉപയോഗിക്കുവാനായിട്ട് പാടില്ല. ഈ ചരിത്രപരമായിട്ട് നാം പലതും വീക്ഷിക്കുമ്പോൾ ഈ ഇസ്ലാം മതവും ഹിന്ദു മതവും ഒക്കെ പറയുന്നതിൻ്റെ നിജസ്ഥിതിയൊന്നും സാധൂകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. എന്നിരുന്നാലും അത് നിങ്ങളുടെ വിശ്വാസം ചരിത്രപരമായിട്ട് തെളിയിക്കാൻ പറ്റുന്നതല്ലെന്നൊന്നും പറഞ്ഞ് അവരെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. അതുപോലെ നാം അവരുടെ ഈ ചില യുക്തി ചിന്തയോടും സത്യാന്വേഷികളായിരിക്കുന്ന പലരെയും നമുക്ക് ആ നിലയിൽ പ്രകോപിപ്പിച്ച് ചിലപ്പോൾ സത്യം അവരുടേത് മിഥ്യയാണെന്നുള്ള ഒരു ധാരണ കൊണ്ടുവരാൻ സാധിക്കുമായിരിക്കും. എന്നാൽ മെജോറിറ്റി ആളുകളും അന്ധവിശ്വാസം ഇവർ പറയുന്നത് അന്ധമായിട്ട് വിശ്വസിക്കുന്നു. അവരുടെ വിശ്വാസ സംഹിതയെ ഒരിക്കലും നാം ഗുണപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കരുത്. അവർ ഏത് നിലയിൽ അവരുടെ പ്രവാചകനെയും പുസ്തകത്തെയും പുണ്യസ്ഥലത്തെയും ഒക്കെ ആദരിക്കുന്നു, അതേ ആദരവ് നമ്മുടെ വാക്കുകളിൽ പ്രകടമാക്കിക്കൊണ്ട് അതുമായിട്ടുള്ളൊരു താരതമ്യം നിങ്ങൾ ചിന്തിക്കുക. ഈ ചെയ്യുന്ന പ്രവൃത്തി മൂലം യഥാർത്ഥത്തിൽ മോക്ഷപ്രാപ്തി സാധ്യമാണ്. നമ്മുടെ തെറ്റുകൾ നന്മ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നതാണോ? യുക്തിപരമായിട്ട് യഥാർത്ഥ നീതി നടപ്പാക്കുന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അസാധ്യമാണ്. എന്നാൽ അവിടെ ജീവൻ നൽകുന്ന, അതിന് പകരം വയ്ക്കുവാൻ കഴിയുന്നത് ക്രിസ്ത്യാനിത്വം മാത്രമാണ് എന്നുള്ളത് നാം തെളിയിക്കുകയും ആ നിലയിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ മറ്റുള്ളവരിലേക്ക് അറിയിക്കാൻ നാം ശ്രമിക്കുക. പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസങ്ങൾ പൊതുവെ ദൈവത്തിൻ്റെ നിയമത്തിന് കീഴടങ്ങി ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ പൊതുവായിട്ടുള്ള ഒരു പഠിപ്പിക്കുക. എന്നാൽ ക്രിസ്ത്യാനിത്വം വ്യക്തമാക്കുന്നത് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വരികയുണ്ടായി. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുക, അതാണ് മോക്ഷപ്രാപ്തി. പ്രവൃത്തിയാലല്ല, വ്യക്തിയിലാണ് രക്ഷ ഇരിക്കുന്നത്. ആ വ്യക്തിയിലുള്ള വിശ്വാസം. പ്രധാനമായിട്ടും അവരുടെ ദൈവവിശ്വാസവും ധാർമ്മിക ഉത്തരവാദിത്വവും പ്രാർത്ഥനയും ഭക്തിയും അതുകൊണ്ടുള്ള പ്രയോജനവും രക്ഷയുടെ ഉറപ്പും നാം ഒന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കും. ഇതുകൊണ്ട് കിട്ടുമെന്ന് അവരുടെ ഗ്രന്ഥം പോലും ഉറപ്പ് നൽകുന്നില്ല, സംശയമാണ്. എന്നാൽ ബൈബിൾ പറയുന്നത് ഉറപ്പ് നൽകുന്നു എന്നുള്ള വസ്തുത നാം പ്രത്യേകമായിട്ട് പറയുവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ പാപത്തിന് പരിഹാരം ഉണ്ടാക്കണം. ആ പാപത്തിന്റെ പരിഹാരം സൽപ്രവർത്തികളാൽ പറ്റുകയില്ല. കാരണം ദൈവം പരിശുദ്ധനാണ്, നീതിമാനാണ്. നമ്മുടെ തെറ്റിന് പരിഹാരം വരുത്തിയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. എന്നാൽ മാനുഷിക യജ്ഞം മാത്രമേ ഇസ്ലാം വിശ്വാസം അനുസരിച്ച് പരിഹാരക്രിയയായിട്ട് അവതരിപ്പിക്കുന്നുള്ളൂ. എന്നാൽ ദൈവം മനുഷ്യനായിട്ട് അതിന് പരിഹാരമുണ്ടാക്കുവാനായിട്ട് ഇറങ്ങി വന്നതാണ് കർത്താവായ യേശുക്രിസ്തു. യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ യേശു കർത്താവിൻ്റെ പാപമില്ലാത്ത അവസ്ഥ, ദൈവത്തിൻ്റെ വചനം ജഡരൂപത്തിൽ വന്നതാണ്, രക്ഷകനായിട്ട് മരിക്കുവാൻ വന്നു, ഉയർത്തെഴുന്നേറ്റും ജീവിക്കുന്നു. ഈ വസ്തുതയും ചരിത്രപരമായിട്ട് ബൈബിൾ വാക്യങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് അത് തെളിയിക്കുവാനായിട്ട് നാം ശ്രമിക്കും. എപ്പോഴും
കൃപയാലാണ് രക്ഷ എന്നുള്ളത് ഊന്നിപ്പറയുന്നു. ഈ ത്രിയേക ദൈവം ആണ് അവരുമായിട്ടുള്ള സംവാദത്തിൽ ഏറ്റവും പ്രശ്നമുണ്ടാകുന്നത്. അവർ പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമുണ്ട്, 3 ദൈവങ്ങൾ കൂടിയാൽ 3 അതെങ്ങനെയാണ് ഒന്നാകുന്നത് എന്ന് ചോദിക്കുക. സ്വാഭാവികമാണ്. 1 അധികം 1 3. അപ്പോൾ നാം ചോദിക്കേണ്ടത്, ദൈവത്തെ അധിക ചിഹ്നമിട്ട് കൂട്ടാൻ ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? നിങ്ങൾ കണക്ക് കൊണ്ട് ഗണിച്ചെടുക്കാൻ പറ്റുന്ന ദൈവമാണെങ്കിൽ ആ അധികത്തിൻ്റെ അടുത്ത് ഇൻറ്റു ഇടണം. 1 × 1 × 1 = 1. One in essence, 3 in person. പിന്നെ അവർ പറയുന്നത് ദൈവത്തിനൊരു പുത്രൻ ഉണ്ടാകാൻ പറ്റത്തില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ചോദിക്കണം, എന്തുകൊണ്ട് പറ്റില്ല? ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല എങ്കിൽ ദൈവത്തിനൊരു പുത്രൻ ഉണ്ടാകാൻ പറ്റാത്തതെന്ന്. ഈ പുത്രത്വം എന്നുള്ളത് കൺസെപ്റ്റ് മാനുഷിക വീക്ഷണത്തിൽ പരസ്പര ബന്ധത്താൽ സ്ത്രീ പുരുഷ സംയോഗത്താൽ ഉണ്ടാകുന്ന നിലയിലാണ് വീക്ഷിക്കുന്നത്. സ്വാഭാവിക പ്രക്രിയയിൽ നിന്നും വിപരീതമായിട്ട് ദൈവത്തിനൊരു പുത്രനെ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റത്തില്ലെന്ന് പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ ശക്തിയെ ചോദ്യം ചെയ്യും. ഈ പുത്രത്വം എന്നുള്ളത് ആദ്യം ജനിച്ചത് കൊണ്ട്, ബൈബിൾ അനുസരിച്ച് ആദ്യം ജനിച്ചത് കൊണ്ട് ലഭിക്കുന്ന, അതോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക്, ഒരു വ്യക്തിയിൽ നിന്ന് മാതാപിതാക്കൾക്ക് ജനിച്ചത് കൊണ്ടോ കിട്ടുന്ന ഒന്നല്ല പുത്രൻ. ജന്മം കൊണ്ട് സിദ്ധിക്കുന്നതല്ല എന്ന് ബൈബിൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പുത്രത്വം എന്നുള്ളത് ഒരു സ്പെഷ്യൽ പ്രിവിലേജാണ്. പ്രത്യേകിച്ച് ഈ അനുഗ്രഹം കൊടുക്കുന്ന ബന്ധത്തിൽ യഹൂദ പശ്ചാത്തലം അനുസരിച്ച് ആദിജാതനാണ് ഇരട്ടി അവകാശം. എബ്രായ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ അവകാശം മൊത്തം കിട്ടിയത് എല്ലായിടത്തും ആദിജാതന്മാർക്കാണോ? അല്ല. അപ്പോൾ ആദിജാതൻ എന്ന് പറഞ്ഞാൽ ആദ്യം ജനിച്ച ആളാകണം നിർബന്ധമില്ല. അത് പ്രത്യേകിച്ച് ഉള്ള പദവിയാണ്. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, ഒരു വ്യക്തിക്ക് അവൻ ആദിജാതൻ അല്ല എങ്കിലും അവൻ ആ പദവി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാക്യം അവിടെ രേഖപ്പെടുത്തി. അപ്പോൾ പിതാവ് ഇച്ഛിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന പ്രത്യേക പദവിയാണ് ഈ പുത്രത്വം, ഏകജാതൻ, ആദ്യജാതൻ എന്നുള്ള പ്രയോഗം. എന്നാൽ ഈ പുത്രത്വം എന്നുള്ളത് ശാരീരിക പ്രക്രിയ ജനിക്കുന്ന വ്യക്തിക്കും അവകാശമാകുന്ന ഒന്നാണ്. പക്ഷേ യേശു കർത്താവിനെ സംബന്ധിച്ച് പുത്രത്വം എന്നുള്ളത് മാനുഷിക വീക്ഷണത്തിലുള്ള ജന്മം കൊണ്ട് ലഭിക്കുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് കന്യകയുടെ മകനായിട്ട് ജനിച്ചത്. എന്ന് വെച്ചാൽ പുരുഷ സംസർഗമില്ലാതെ ജനിച്ചു എന്ന് അവരുടെ പുസ്തകം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് ദൈവപുത്രനാകുന്നതിൽ എന്ത് തെറ്റ്? പിന്നെ യേശു കർത്താവ് ഇതുവരെയും ദൈവമെന്ന് അവകാശപ്പെട്ടില്ല. കാര്യം നാം ഓൾറെഡി ചിന്തിക്കുകയുണ്ടായി. യേശു കർത്താവിൻ്റെ പല പ്രവൃത്തികളും ദൈവത്വം വെളിപ്പെടുത്തുന്നതാണ് എന്നുള്ളത് അതിനോട് ചേർന്ന് പറയുവാനായിട്ട് ശ്രമിക്കുക. പിന്നെ യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അവരുടെ വാദം. എന്നാൽ പല ചരിത്രകാരന്മാരും സാക്ഷ്യപ്പെടുത്തുന്ന ഒന്നാണ് യേശു കർത്താവിൻ്റെ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പും.
ക്രൂശീകരണമില്ലാതെ പാപമോചനം ഇല്ല. ദൈവം പാപത്തിന് പരിഹാരം വരുത്തിയേ മതിയാകുകയുള്ളൂ. അവരുടെ സിദ്ധാന്തപ്രകാരം ദൈവം പാപത്തിന് പരിഹാരം വരുത്തിയിട്ടില്ല. ദൈവം രക്ഷകനാണെങ്കിൽ ആ രക്ഷ ദൈവമാണ് ഒരുക്കേണ്ടത്, മനുഷ്യന്റെ പ്രവൃത്തി മൂലമല്ല. ഒരു പാപപരിഹാര പ്രക്രിയയും അവരുടെ ദൈവം, ഖുർആൻ പറയുന്ന ദൈവം ഒരുക്കിയിട്ടില്ല. എന്നാൽ ബൈബിൾ പറയുന്ന പഠിപ്പിക്കലനുസരിച്ച് ദൈവം മനുഷ്യനായിട്ട് മനുഷ്യനെ രക്ഷിക്കുവാൻ, പാപിയായിരിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ വന്നു. സ്വയപ്രയത്നം കൊണ്ട് ആർജിക്കുവാൻ കഴിയാത്തത് നൽകുവാനായിട്ട് യേശു കർത്താവ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു. പിന്നെ പറയുന്ന വേറൊരു ബൈബിള് കൈകടത്തലുണ്ട്, കറപ്റ്റഡ് ആണ് എന്ന്. ഒരു കാര്യത്തിൽ കൈകടത്തൽ ഉണ്ടെങ്കിൽ അത് കയ്യെഴുത്ത് പ്രതികൾ വെച്ച് അത് തട്ടിച്ചു നോക്കി നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. അവർ പറയുന്നത് പല സന്ദർഭങ്ങളിലും ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട് എന്നാണ് അവരുടെ അവകാശവാദം. പല ഭാഗങ്ങളും ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ ബ്രാക്കറ്റ് ഒരിക്കലും ആ ബ്രാക്കറ്റിലെ ഉള്ളടക്കം ബൈബിളിലെ ചോദ്യമാണ്. യേശു കർത്താവ് മരിച്ചുവെങ്കിൽ ദൈവം മരിച്ചോ എന്നുള്ളൊരു ചോദ്യമാണ് പലപ്പോഴും അവർ ഉന്നയിക്കുന്നത്. ഈ മരണം എന്നുള്ളത് കൊണ്ട് ഇല്ലാതായിത്തീരുന്ന അവസ്ഥയല്ല. യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് മരിക്കുവാനാണ്, പാപികൾക്ക് പാപമോചനം വരുത്തുവാനാണ്. പാപത്തെയാണ് ദൈവം യേശുക്രിസ്തുവിനെ യാഗമാക്കുന്നതിലൂടെ ശിക്ഷിച്ചത്. പ്രത്യേകിച്ച് റോമാലേഖനം നാം വായിക്കുമ്പോൾ അതിനെ പാപമാക്കി എന്ന് പറയാം. ഒരു വ്യക്തിയെ അല്ല ശിക്ഷിച്ചത്, പാപമെന്ന യാഥാർത്ഥ്യത്തിന് ഒരു വ്യക്തിത്വം നൽകി. അത് കർത്താവായ യേശുക്രിസ്തു. അത് പാപം ചെയ്യാത്തൊരു വ്യക്തി പാപം ഏറ്റെടുത്തപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മേൽ വരേണ്ടിയിരുന്ന പാപത്തിന്റെ ശിക്ഷ അവിടെ ഏറ്റെടുത്ത് യേശു കർത്താവിനെ പാപമാക്കി. അങ്ങനെ പാപത്തെ ശിക്ഷിക്കുന്ന പ്രക്രിയ. യേശു കർത്താവ് പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പിൻ, 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയും. അപ്പൊ ദൈവം വലിച്ച് ഇല്ലാതായി തീർന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഞാൻ എങ്ങനെ അതിനെ പണിയും? ക്രൂശിലെ കള്ളനെ പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിലിരിക്കും. ദൈവം ഇല്ലാതായി തീർന്നുവെങ്കിൽ എങ്ങനെയാണ് പരദീസയിലിരിക്കുന്നത്? തന്റെ ദൗത്യം പൂർത്തിയാക്കി ശിക്ഷ ഏറ്റെടുക്കുവാനായിട്ട് സ്നേഹവാനായിരിക്കുന്ന ദൈവം ഒരുക്കിയ മാർഗമാണ് കർത്താവായ യേശു. ഇനി അതിൽ നിന്നങ്ങ് അവസാനിച്ചു എന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും ത്രിയേക ദൈവമാണ് ബൈബിൾ വ്യക്തമാക്കുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ കൂടെ മറ്റു 2 വ്യക്തിത്വമുണ്ട്. ദൈവം ആ സത്തയിൽ ഇല്ലാതായി തീരുന്നു. പലപ്പോഴും ചോദിക്കാറുണ്ട്, യേശുക്രിസ്തു മാത്രമാണ് ഏക വഴി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് നാം പറയുന്നതിന്റെ കാരണം ദൈവം അപ്രകാരമാണ് വരുന്നത്. അപ്പോസ്തലരുടെ 4:12 എന്താവായിരുന്നു? മറ്റൊരു വരിലും രക്ഷയില്ലെന്ന രക്ഷിക്കപ്പെടുന്ന ആകാശസംഖ്യയിലെ മനുഷ്യരുടെ അതാണ് ക്രിസ്തുമാർഗത്തിന്റെ പ്രസക്തി. എല്ലാ മതങ്ങളും ക്രിസ്തു മതം ഉൾപ്പെടെ സകലരും
പ്രവൃത്തിയാൽ രക്ഷ ലഭിക്കുമെന്ന് പഠിപ്പിക്കുമ്പോൾ ക്രിസ്തുമാർഗം മാത്രം വിശ്വാസത്താൽ ലഭിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പ്രവൃത്തിയാൽ ഒരു വ്യക്തിക്കും ദൈവത്തെ പ്രസാദിപ്പിച്ച് പാപമോചനവും മോക്ഷപ്രാപ്തിയും ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് മാത്രം ലോകരക്ഷിതാവ്, ക്രിസ്തുവിലൂടെ മാത്രം രക്ഷ എന്ന് നാം പറയുകയും പഠിപ്പിക്കുകയും ചെയ്യും. ഈ സൽപ്രവൃത്തി, നേരത്തെ സൽപ്രവൃത്തിയിലൂടെ നാം ചെയ്ത ദുഷ്പ്രവൃത്തി കവർ ചെയ്യാമെങ്കിലും ചെയ്ത നീചപ്രവൃത്തിക്ക് പ്രതിക്രിയ വരണമെങ്കിൽ ആ പ്രവൃത്തി ഇല്ലായ്മ ചെയ്യണം. ഒരു തെറ്റും ഇല്ലായ്മ അതിനെ തിരുത്തുന്ന നിലയിലൊന്നും ഒരു മതവും പഠിപ്പിക്കുന്നില്ല. അതായത് ക്രിസ്ത്യാനിത്വം മാത്രം മരിച്ച വ്യക്തിക്ക് ജീവൻ ലഭിക്കും. ആ വസ്തുത പഠിക്കുന്നു. യേശു കർത്താവ് മശിഹയാണ് ഖുർആൻ അംഗീകരിക്കുന്നത്. വേർഡ് ഫ്രം ദൈവത്തിൽ നിന്നുള്ള വചനമാണ് എന്ന് ഖുർആൻ അംഗീകരിക്കുന്നത്. ഇത്രയുമാണ് പൊതുവായിട്ട് ഖുർആനെ കുറിച്ച് അല്ലെങ്കിൽ ഇസ്ലാം മതത്തെ കുറിച്ച് നമുക്ക് പൊതുവായിട്ട് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം അവകാശപ്പെടുന്നതനുസരിച്ച് യേശു കർത്താവ് ഒരു പ്രവാചകൻ മാത്രമല്ല, അവിടുന്ന് സാക്ഷാൽ ദൈവമാണ് യഹോവ തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ആ നിലയിൽ വ്യക്തമാക്കുന്ന നിരവധി തിരുവചനം നമുക്ക് കാണുവാനായിട്ടും സാധിക്കും. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, അറിയാവുന്നതാണെങ്കിൽ പറയാൻ. എന്തെങ്കിലും അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ വിശദീകരണം അറിയുന്നതായിരിക്കും. അടുത്ത ദിവസം നമ്മൾ ബുദ്ധിസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് ആവശ്യം.